കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർവസ്റ്റ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലവും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയമായി നമ്മളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യും. നമുക്ക് വളരെ വാഞ്ചിയോടിരിക്കുന്നുവെങ്കിൽ, കൊതിയോടിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ചില ആലോചനകൾ കേൾക്കുവാനും ദൈവത്തിൻ്റെ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അതൊന്നുകൂടെ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് ദൈവം സഹായിക്കും. അതിനായിട്ട് നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിച്ചിട്ട് തുടങ്ങാൻ കർത്താവ് ശരണപ്പെടും. ഇത് സംബന്ധിച്ച് ഞാൻ എന്തു പറയേണ്ടോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഇത് സംബന്ധിച്ച് ഞാൻ എന്തു പറയേണ്ടോ? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. നമുക്കൊരു നിമിഷ നേരം പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, തന്ന നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, തന്നിരിക്കുന്ന തിരുവചനത്തെ കർത്താവിൻ്റെ കരുത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മഹൃദയമായി സംസാരിക്കണം, അത് വിളമ്പി തരണം. എൻ്റെ ചില ആത്മീയ മർമ്മങ്ങളെ പൊരുൾ തിരിച്ചിരാൻ സ്വർഗം സഹായിക്കും. അവിടെ കർത്താവെ കൂട്ടിക്കൊണ്ടുവന്ന ഓരോ പ്രിയമുള്ളവർക്കായി സ്തോത്രം. എല്ലാവരെയും കടത്തി വരുത്തും. കർത്താവെ, ഒന്നിച്ച് പ്രാർത്ഥിപ്പാനും ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനും തിരുവചനം ചിന്തിപ്പാനും സ്വർഗം സഹായിക്കും. പ്രാർത്ഥന കേട്ടുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്. ചെറിയൊരു ചിന്ത, അതായത് അതിൽ നിന്നുകൊണ്ട് ചില വചനങ്ങളിലേക്ക് മുന്നോട്ട് കർത്താവ് ഞാൻ റോമർ 8:31 പറഞ്ഞു, ഇത് സംബന്ധിച്ച് ഞാൻ എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ, എൻ്റെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ദൈവം നമുക്ക് അനുകൂലമാണ്, പ്രതികൂലമായിട്ട് നിൽപ്പാൻ ആർക്കും കഴിയില്ല, ഒരു ശക്തിക്കും കഴിയില്ല. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമല്ലെങ്കിലോ? ദൈവം അനുകൂലം അല്ലെങ്കിൽ വളരെ ചിന്തിക്കേണ്ട വിഷയമുണ്ട് പ്രിയമുള്ള. അതുകൊണ്ട് ഇന്നത്തെ ചിന്ത, നമ്മൾക്ക് ദൈവം നമുക്ക് അനുകൂലമായിരിക്കണം, നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്ത് ആയിട്ട് നിൽക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതിനുവേണ്ടിയാണ് ചില ചിന്തകളെ ഇന്ന് പകൽക്കാലം കർത്താവിൽ ശരണപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമായിട്ട് ഓർക്ക് നിൽക്കണം. ആ ഒരു ഉറപ്പ് എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് ആരംഭമായിട്ട് യോബിൻ്റെ പുസ്തകത്തിലെ ചില ചിന്തകളാണ് ഇന്ന് പകൽക്കാലം ചിന്തിപ്പാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോൾ യോബിൻ്റെ പുസ്തകം നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ബിൽദാദ് പറയുന്നൊരു വചനമുണ്ട്. അതാണ് ആ യോബിൻ്റെ പുസ്തകമായിട്ട് കണക്ട് ചെയ്യാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. നിന്റെ യോബിനോട്, യോബേ, നിന്റെ പൂർവ്വസ്ഥിതി ഉണ്ടല്ലോ, നിനക്കത് അല്പമായിട്ട് തോന്നും, പക്ഷേ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ആത്മീയമായിട്ട് ഈ കാലഘട്ടത്തിൽ നിന്ന് നമ്മോട് ഇടപെടുമ്പോൾ നമ്മുടെ ചിലപ്പോൾ പൂർവ്വസ്ഥിതി നമുക്ക് അല്പമായിട്ട് തോന്നാം, പക്ഷെ നമ്മുടെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. കാരണം നമ്മൾ വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ യേശുവിനെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മക നല്ല കാര്യം. ഈ സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് അല്പമായിട്ട് ഒത്തിരി വീണ്ടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യം നടക്കാതെയൊക്കെ വരുമ്പോൾ ആത്മീയ മണ്ഡലത്തിൽ ഇതിൻ്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. പ്രിയമുള്ളവരെ, ആ ഒരു സന്ദേശത്തിലേക്ക്, ആ ഒരു പ്രോത്സാഹനത്തിൽ നിങ്ങളെ കൊണ്ട് ഇന്ന് അനുഭവിക്കുന്ന കഷ്ടമോ പ്രയാസമോ ഒന്നും തന്നെ നമ്മളാരും ഭാരപ്പെടുത്തുവാനോ തളർത്തികളാനല്ല ഇടയാക്കരുത്. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ, നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എളിയവനോട് തന്ന ഈ ആലോചനയ്ക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പറയുന്നു, നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഈ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ യോബിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പഠിച്ചു. അതിൻ്റെ 1-2 കാര്യങ്ങൾ മനസ്സിലായി. യോബിൻ്റെ പുസ്തകം അതിൻ്റെ 1-2 അധ്യായങ്ങളെല്ലാം യോബിന് അനുഭവിക്കുന്ന പല പരീക്ഷകളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുമ്പോൾ, യോബിൻ്റെ 3 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിൽ തൻ്റെ സ്നേഹിതന്മാരൊക്കെ യോബിനെ ആശ്വസിപ്പിക്കാൻ വന്നു. യോബ് അതിനകത്ത് തന്നെ സ്വയം നീതീകരണം ഒക്കെ ചെയ്യുന്ന വിഷയങ്ങൾ നമുക്ക് കാണുവാനായിട്ട്. അതിൻ്റെ 32 തൊട്ട് 37 വരെയൊക്കെ ഒരു എലീഹു വന്നിട്ട് തൻ്റെ സ്നേഹിതന്മാരൊക്കെ യോബ് പറയുന്ന പല കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് യോബിനോട് വ്യക്തമായിട്ട് സംസാരിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ യോബ് അവിടെ രൂപാന്തരപ്പെടാൻ തുടങ്ങുന്ന അനുഭവങ്ങളെ കാണാൻ കഴിയും. ഒരു എലീഹുവിലൂടെ അത് സംഭവിക്കുക. എന്നാൽ 38 തൊട്ട് 41 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവയാ ദൈവം ചുഴലിക്കാറ്റിൽ യോബിനോട് സംസാരിക്കുന്നത് മുതൽ യോബ് ടോട്ടലി ചേഞ്ച്, യോബിൻ്റെ അന്തരീക്ഷ അവസ്ഥകളെല്ലാം മാറുന്നു. എന്നിട്ട് 42 വരുമ്പോൾ യോബിൻ്റെ യഥാർത്ഥത്തിലൊരു മാനസാന്തരം, യോബിൻ്റെ യഥാർത്ഥത്തിൽ അനുതാപം വെളിപ്പെടും. ശേഷം ദൈവം വീണ്ടും യോബിനെ അനുഗ്രഹിക്കുന്നതോടെ യോബിൻ്റെ ആദ്യത്തെ പൂർവ്വസ്ഥിതി അല്പമായിരുന്നുവെങ്കിൽ അതിൻ്റെ അന്ത്യസ്ഥിതി അതിമഹത്തായതായിട്ട് തീരുന്ന ഒരു അനുഭവത്തിലേക്ക്, ഒരു പരിസമാപ്തിയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്. ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ചില ചിന്തകൾ എന്ന് പറയുന്നത് യോബിൽ നിന്ന്, യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. യോബിനെ കുറിച്ച് ആദ്യം പറയുന്ന 2-3 വിഷയങ്ങൾ നോക്കാം.
യോബിനെ കുറിച്ചുള്ള സാക്ഷ്യം തന്നെ പറയുന്നത്, യഹോവ ദൈവം പറയുന്നത് എന്തെന്ന് നോക്കാം. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8 പറയുന്നു, യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചു, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടുന്ന ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ദൈവസന്നിധി ദൈവപുത്രന്മാരുടെ മധ്യേ സാത്താൻ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം ചോദിക്കുക, നീ എവിടെ നിന്ന് വന്നു? ഭൂമിയിലൊക്കെ ഓടാടിക്കൊണ്ട് നടന്നപ്പോൾ നിൻ്റെ ദാസനായ യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചോ ചോദിച്ചു കഴിയുമ്പോഴത്തേന് അവിടെ പറയുന്ന മറുപടിയാണ്, എൻ്റെ ദാസനായ യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചത്. യോബിനെ കുറിച്ച് യഹോവയ ദൈവം പറയുന്ന സാക്ഷ്യം ഇതാണ്, നേരുള്ളവനും നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ടുവരുന്ന ഭൂമിയിൽ ആരുമില്ലല്ലോ. അപ്പോൾ ഏറ്റവും വളരെ കാതലായ വിഷയം, ഇല്ല ഭൂമിയിൽ യോബിനെ പോലെ മറ്റൊരു മനുഷ്യൻ, അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു. കാരണം ദോഷം വിട്ട. അപ്പോൾ ദൈവം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ഒരു യഥാർത്ഥ നല്ലൊരു മനുഷ്യൻ്റെ ഒരു ക്ലിയർ പിക്ചർ യോബിലൂടെ അവിടെ നമുക്ക് കാണുവാനുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തു, സാത്താൻ്റെ പരീക്ഷയ്ക്ക് ഇടപെടേണ്ടി വന്നു. അപ്പോൾ എന്ത് ചെയ്തു, സാത്താൻ പല കാര്യങ്ങൾ ചോദിക്കുന്നത്, നീ അവനും അവൻ്റെ വീട്ടിനുള്ളതും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു. എന്നിട്ട് തൃക്കൈ നീട്ടി അവനുള്ളേക്കും തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് പറഞ്ഞു. അപ്പം മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് പറയുന്നൊരു വിഷയത്തിൽ ആദ്യ ചിന്തയിലേക്ക് കൊണ്ടുവന്നു. കാരണം എന്ത് ചെയ്തു, ആ കാര്യങ്ങളൊക്കെ അവനുള്ളതിനെയൊക്കെ മൃഗസമ്പത്തിനെയൊക്കെ ഒന്ന് തൊട്ട് നോക്കാം. അപ്പം ത്യജിച്ചു കളയും. അപ്പം ഈ ത്യജിച്ചു കളയുന്ന വിഷയമാണ് യോബിൻ്റെ ജീവിതത്തിനകത്ത് സാത്താൻ ആദ്യം കൊണ്ടുവരുന്ന വിത്ത്. അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ വായിക്കുന്നു, അതിൻ്റെ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി വിശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ യോബ് എല്ലായ്പ്പോഴും ചെയ്തു വന്നു. മനസ്സിലാക്കണം, അകത്ത് യോബിൻ്റെ അകത്ത് പിശാച് സാത്താൻ കൊണ്ടിട്ട ഒരു വിത്താണ് എന്ത് ചെയ്തു, ത്യജിച്ചു കളയുക എന്നുള്ളത്. കാരണം ദൈവത്തെ ത്യജിച്ചു അത് തൻ്റെ പുത്രന്മാരിലൂടെ വെളിപ്പെട്ടു വരും. അതുകൊണ്ട് അന്നൊക്കെ ആ യോബിൻ്റെ കാലഘട്ടത്തിന് ഹോമയാഗങ്ങൾ സമാഗമന കൂടാരത്തിലൊന്നുമല്ല. ആ കാലഘട്ടത്തിൽ യോബായിരുന്ന കാലഘട്ടം വീടുകളിലൊക്കെ ഹോമയാഗങ്ങൾ നടക്കുന്ന സന്ദർഭം ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതിയും. അതുകൊണ്ട് എന്താ സംഭവിച്ചു, അതിൻ്റെ 3:25 ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് തന്നെ എനിക്ക് ഭവിച്ചു. കാരണം യോബിനകത്തൊരു ഭയം കൊണ്ടിട്ടു, ഒരു പേടി കൊണ്ടിട്ടു, ഒരു വിത്ത് അകത്ത് കൊണ്ട് ഇട്ടുകൊടുത്തു. എന്താ, ത്യജിച്ചു കളയാം. ദൈവത്തെ ത്യജിച്ചു കളയാൻ തക്കൊണ്ട് ഒരു കള പോലെ അകത്തൊരു വിത്ത് കൊണ്ടിട്ട് കൊടുത്തു. ആ വിത്താണ് യോബിനെ ഏറ്റവും ഭാരപ്പെടുത്തുക. അതുകൊണ്ടിട്ട് എന്നിട്ട് യോബ് എന്തു ചെയ്തു എന്നുള്ള 1-ന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പം തനിക്കുള്ള സമ്പത്തുകളെല്ലാം, കാരണം ആടുമാടുകളുടെ എല്ലാ വിഷയത്തിനെല്ലാം നഷ്ടങ്ങളെല്ലാം വരുത്തി കഴിയുമ്പോൾ തൻ്റെ പുത്രനെ എല്ലാം മക്കളെയും എല്ലാം നശിപ്പിച്ചു കഴിയുമ്പോഴും യോബിന് പറയാനൊരു, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നായിട്ട് ഓടിപ്പോകും, മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തട്ടെ. എന്നിട്ട് പറഞ്ഞു 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഇതിലൊന്നിലും യോബ് പാപം ചെയ്യോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുന്നില്ല. അപ്പം ഇതാണ് യോബ് ചെയ്യത്തില്ലെന്ന് വ്യക്തമായിട്ട് ഈ സാത്താൻ അറിയാം. അതുകൊണ്ട് അതിന് മുന്നമേ ഒരു കള, ഒരു വിത്ത് അവിടെ കൊണ്ട് വിതച്ചിട്ട് പോകാനിടയാകും. പക്ഷെ അവിടെയൊക്കെ എന്ത് ചെയ്തു, ദൈവത്തിന് ആ സാക്ഷ്യം പറയണം. അതുകൊണ്ട് 2-ാമത്തെ ടെസ്റ്റിലേക്ക് കടന്നു വരുമ്പം യോബിൻ്റെ ശരീരത്തെ എന്ത് ചെയ്തു, പ്രാണനെ മാത്രം തുടരുത്, ബാക്കിയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്ന മണ്ഡലത്തിൽ വരുമ്പോൾ അതിനു മുമ്പായിട്ട് യഹോവ ദൈവം പറയുന്നുണ്ട്, അവൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം പെട്ടവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തൻ്റെ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ട നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് സാത്താനോട് പറയും. അപ്പോൾ അവിടെ പറയുന്നത് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കണം ഓരോ വാക്യങ്ങൾ. അപ്പോൾ മുറുകെ അവൻ്റെ ഭക്തി, ദൈവത്തോടെ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം. ഈ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം കാണുമ്പോഴും സാത്താൻ ചെയ്യുന്ന അടുത്ത മണ്ഡലം, സാത്താൻ അതിനോട് പ്രതികരിക്കുന്ന മണ്ഡലം കാണണമെങ്കിൽ കാരണം ഈ പ്രയാസത്തിലൂടെ കാരണം ഇതാ അവൻ എൻ്റെ കയ്യിൽ, അവൻ്റെ പ്രാണനെ മാത്രം തുടരുന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പരുക്കളാലൊക്കെ ബാധിച്ച് അവൻ ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിൽ നിന്നും അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമോ? നേരത്തെ പറഞ്ഞ് മുറുകെ പിടിച്ചുകൊണ്ട്, ഇവിടെ പറയുന്നത് നീ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കാതെ ത്യജിച്ച് മരിച്ചു കള. അപ്പം എങ്ങനെയെങ്കിലും യോബ് ത്യജിച്ചേ വരും. കാരണം വിത്ത് അകത്ത് കിടക്കുക.
എങ്ങനെയെങ്കിലും ഇയ്യോബിനെ എടുത്ത്. അപ്പോൾ ഇത് രണ്ടാമത് തേച്ച് കളയാൻ പറയുന്ന ആരാ? തൻ്റെ ഭാര്യയോട്. അപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ആത്മാവിൽ നമുക്ക് വിവേചിക്കാൻ കാണാൻ കഴിയുന്ന അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ? അപ്പോൾ ഇവിടെ പൊട്ടി സംസാരിക്കാൻ യഥാർത്ഥത്തിൽ ഇയ്യോബിൻ്റെ ഭാര്യ അല്ല അത് സംസാരിച്ചത്. ആത്മാവിൽ വിവേചിച്ച് തിരിച്ചറിയണമേ. ആ സഹോദരിയിലൂടെ, ആ ഭാര്യയിലൂടെ സാത്താൻ സംസാരിക്കുകയാണ്. എന്താ പറയുന്നത്? വ്യക്തമായിട്ട് ത്യജിച്ചു എങ്ങനെയെങ്കിലും ത്യജിച്ചു കളയാം. പക്ഷെ അവിടെ ഇയ്യോബ് ജയിക്കുന്ന കാണാം. ഇതിലൊന്നിലും ഇയ്യോബ് അത്തരങ്ങളാൽ പാപം ചെയ്തില്ല. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളെ ചെയ്തില്ല. അപ്പം എല്ലാ ആ വിത്തകത്ത് കൊണ്ടിട്ടിട്ട് പോലും ഇയ്യോബ് അതിന് കീഴ്പ്പെട്ടു കൊടുക്കാൻ മനസ്സില്ല. അവിടെയൊക്കെ ജയിക്കുന്ന ഒരു ഇയ്യോബിനെ നമുക്ക് കാണാനില്ല. അതുകൊണ്ടാണ് പറയുന്ന പൂർവ്വസ്ഥിതി നമുക്ക് അല്പമായി തോന്നിയില്ല. കാരണം ഒരു അന്തിമ സ്ഥിതിയിലേക്ക് വരാം. കാരണം അവിടെയാണ് ആ വിശ്വാസം, ഈ രണ്ട് മണ്ഡലങ്ങളെ ക്രിസ്തീയ ജീവിതമായിട്ട് പരിണമിച്ച് നമുക്ക് നോക്കുമ്പോൾ നമ്മളതിനെ ആത്മീയമായിട്ട് നോക്കുമ്പോൾ, കാരണം നമ്മുടെ പൂർവ്വസ്ഥിതി അല്പമായിട്ട് തോന്നിയാലും അന്തിമസ്ഥിതി അതിമഹത്തായിലേക്ക് വരണമെങ്കിൽ വിശ്വാസ ജീവിതത്തിലേക്ക് വരും. പലപ്പോഴും ത്യജിച്ചു കളയുന്നതാക്കണം. അതുകൊണ്ടാണ് വിശ്വാസത്യാഗം സംഭവിക്കും ഏതു വിധേനയും. അതുകൊണ്ടാണ് നിങ്ങൾ ചതിക്കരുത്. 2 തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ പറയുക, ആരും നിങ്ങളെ ചതിക്കരുത്, വിശ്വാസത്യാഗം സംഭവിക്കേണ്ടതാകുന്നു പറഞ്ഞത്. അപ്പം ഇവിടെ ത്യജിച്ചു കളയാൻ മണ്ഡലം ഇട്ടപ്പോൾ ഒന്നും ഇയ്യോബ് അതിന് വഴിപെട്ട് കൊടുത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, ഇന്ന് പകൽക്ക് നമ്മളോടുള്ള ദൂത് എന്താന്ന് പറഞ്ഞാൽ, പ്രതികൂലങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, സാഹചര്യങ്ങളെല്ലാം വിരോധവും പ്രതികൂലമായിട്ട് വന്നാലും ധൈര്യത്തോടെ ഇതിലൊന്നും പാപം ചെയ്യില്ല, അത്തരങ്ങളാൽ പാപം ചെയ്യില്ല, പിറുപിറുക്കരുത്, മത്സരിക്കില്ല. പഴയ ഇസ്രായേൽ ജനം പിറുവിറുത്തതുപോലെ, മത്സരിച്ചു പോയില്ല, പട്ടുപോയതുപോലെ അനുഭവത്തിൽ ഞാൻ ആകരുത്. ഇയ്യോബിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട്. ഇനി ഇയ്യോബിൻ്റെ 2-3 മറ്റു കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് പഠിക്കാനായിട്ട് ചിന്തിക്കാം. നമ്മൾ പഠിക്കേണ്ട വിഷയം ഇയ്യോബിൻ്റെ പുസ്തകം അതിൻ്റെ 13:15 പറയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയും. അതാ നീതിയോടെ ഞാൻ തനിക്ക് പറയാൻ കഴിയണം, ദൈവത്തിൻ്റെ മുമ്പാകെ നീതിയോടെ നിൽക്കുവാനുള്ള വാഞ്ചയോട്. പക്ഷെ അകത്ത് കിടക്കുന്ന വാഞ്ച, അവൻ എന്നെ കൊന്നാലും ഞാൻ എന്നെ തന്നെ കാത്തിരിക്കും. ആ ഇയ്യോബിനെ തെളിച്ചു കളയാനായിട്ട് സാത്താൻ പരിപാടിയാണ്, മനസ്സിലാക്കണം കേട്ടോ. അതിനു മുമ്പ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഇയ്യോബ് 19 പറയുന്നു, ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും, എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. എൻ്റെ അന്തരംഗം ഉള്ളിൽ ക്ഷയിച്ചിരുന്നാലുണ്ടോ, ഞാൻ അന്യൻ്റെ കണ്ണാലല്ല, എൻ്റെ സ്വന്തം കണ്ണല്ല. ഈ ഉറപ്പുമായിട്ട് അതാ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ ഭക്തിയെ മുറുകെ പിടിച്ച്. യഹോവ ഇതൊക്കെ കണ്ടിട്ട് പറയാം, ഭക്തിയെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ഇയ്യോബിന് വേണ്ടിയിട്ടാണ് സാത്താൻ വാത് പറഞ്ഞ് വേലി പൊളിച്ച് അകത്ത് കയറി അവനുള്ള എല്ലാം നശിപ്പിച്ച്. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിനും ശത്രുവായാൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് കടന്നു വന്ന് വേലി പൊളിച്ച് അകത്ത് വരും. പാപം ചെയ്യരുത്. ഏത് സാഹചര്യം വന്ന് അവസാനത്തോളം സഹിച്ചു നിൽക്കാൻ, രക്ഷിക്കപ്പെടുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയണം. എന്നിട്ട് ഇയ്യോബിൻ്റെ പുസ്തകം തന്നെ അതിൻ്റെ 23 വരുമ്പോൾ ഇയ്യോബ് തനിക്ക് കിട്ടിയ ഒരു വെളിപ്പാട് 2 കാര്യങ്ങളുണ്ട്. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഇല്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല, വടക്കവൻ പ്രവർത്തിക്കൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, തെക്കോട്ടവൻ തിരിയുന്നു അവനെ കാണുന്നില്ല താനും. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും, എൻ്റെ കാലടി അവൻ്റെ ചുവട് പിന്തുടർന്ന് ചെല്ലുന്നു, ഞാൻ വിട്ടുമാറാതെ എൻ്റെ വഴി പ്രമാണി, ഞാൻ അവൻ്റെ അധരങ്ങളുടെ കൽപ്പന വിട്ട് പിന്മാറിയിട്ടില്ല, അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തെക്കാൾ സൂക്ഷിക്കും. ഒരു ഭക്തൻ്റെ അകത്ത് കിട്ടുന്നില്ല. കാരണം പറയുന്നു, അവൻ്റെ വചനങ്ങളെ, വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തെക്കാൾ സൂക്ഷിക്കും. ഇത്രത്തോളം ശക്തമായിട്ട് ദൈവഭക്തിയോട് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അകത്തേക്കാണ് ശത്രുവൻ ആദ്യം കണ്ടെന്തോ ഒരു വിത്ത് കൊണ്ട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 13:26 ഭാഗങ്ങൾ നിങ്ങൾ സാവകാശം വായിച്ചാൽ മനസ്സിലാവും. ഒരു ഉപമ പറയുന്ന വിഷയങ്ങളുണ്ട്. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. പക്ഷെ വിത്ത് വിതച്ചു, പക്ഷെ അത് കഴിഞ്ഞപ്പോഴെന്തോ സാത്താനും കൊണ്ടുവന്നിട്ട് ശത്രുവും അതിൻ്റെ അകത്ത് വന്നിട്ട് കളയും വിതച്ചിട്ട് പോയി. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഞാറൊക്കെ വളർന്നു കഴിഞ്ഞപ്പോഴത്തേനും കതിരെല്ലാം വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ കൂടെ കളയും വളർന്നു വരാനിടയായി. നമുക്കറിയാത്ത രീതിയിൽ മണ്ഡലത്തിലാണ് ഇത് വിതയ്ക്കുന്നത്. അതുകൊണ്ട് എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, ഇത് രണ്ടും വിതയ്ക്കുന്ന ഈ 2 വിത്ത, ഒന്ന് കള ശത്രു വിതയ്ക്കും, മറ്റത് ദൈവത്തിൻ്റെ വചനത. 1 യോഹന്നാൻ 3:9 വരുമ്പോൾ, ദൈവത്തിൽ ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു, ദൈവത്തിൽ ജനിച്ചതിൽ അവന് പാപം ചെയ്യാൻ കഴിയും. ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് ഇതുപോലെ യഹോവയാ ദൈവത്തിനെ കുറിച്ച് അറിവിലേക്ക് വന്നു, പുത്രനെ കുറിച്ചുള്ള വെളിപാടിലേക്ക് വന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന വെളിപ്പാടിനകത്ത് കയറിയ, ക്രിസ്തു എന്ന വെളിപ്പാടിനകത്ത് കയറിയ ഇയ്യോബിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് കയറിയത് കൊണ്ട്
അവന് പാപം ചെയ്യണം. അതുകൊണ്ടാണ് ഇയ്യോബ് പറഞ്ഞത് അത്തരങ്ങളാൽ പാപം ചെയ്ത്. കാരണം വചനം വിത്ത് ഇയ്യോബിൻ്റെ അകത്തുണ്ട്. യേശുവിനെ അറിഞ്ഞു. യേശുവിനെ കാണുന്നതിന് മുമ്പ് ജനിച്ച ഇയ്യോബ് യേശുവിനെ കണ്ടിട്ടില്ല. പക്ഷെ അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണാൽ കാണുമെന്ന് പറയുന്നത് 42-ാം അധ്യായം വരെയും. കാരണം യഹോവയെ ദൈവം അതിൻ്റെ ചുഴലിക്കാറ്റിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് മുമ്പ് വരെയും തനിക്കകത്തുണ്ടായ ബോധ്യമായിരുന്നു. അത് യഹോവയെ ദൈവം നന്നായിട്ട് അത് സാത്താനെ വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ വായിക്കുന്ന എനിക്ക് നിങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ വേണ്ടിയിട്ട് ചില ശോധനയുടെ കടന്ന് ഇന്ന് പകൽക്കാലം ഒരു ദൂത് കൈമാറാം. ഞാൻ ചില കഷ്ടങ്ങളിൽ കൂടെ ചില പ്രയാസങ്ങൾ, നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു, നമ്മൾ എത്രത്തോളം ഉറച്ചു നിൽക്കുന്നു, എത്രത്തോളം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും, എത്രത്തോളം അകത്തൊരു ഉറപ്പ് കിട്ടിയാൽ, അകത്തൊരു വെളിപ്പാട് കിട്ടണം. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുമെന്ന് പറഞ്ഞ പോലെ അന്യൻ്റെ കണ്ണാലല്ല സ്വന്തം കണ്ണാല ഞാൻ കാണുമെന്ന് കിട്ടണം. ഒരു മഹത്വ പ്രത്യക്ഷതയൊക്കെ വരുമ്പോൾ ഈ കർത്താവിനെ കാണുന്നൊരു സമയം വരും, ഞാൻ കാണുമെന്ന് ഉറപ്പിന്ന് പകൽക്കാലം എത്രയുണ്ട് ധൈര്യത്തോട് പറയാൻ കഴിയും, കർത്താവെ അത്ഭുതം ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു കഷ്ടങ്ങളിലൂടെ പോവും, പ്രയാസങ്ങളുടെ റോമർക്ക് 8-ാം അധ്യായം തന്നെ വീണ്ടും എടുക്കും. എൻ്റെ 17 വായിക്കുന്നു, നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിൻ്റെ അവകാശം ക്രിസ്തുവിന് കൂട്ടവകാശികൾ. എന്നിട്ട് പറയാം, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്. കാരണം അവൻ അന്ത്യസ്ഥിതി അതിമഹത്തതായി മാറണം. അതിമഹത്തായ ദൈവകൃപ എന്ന് പറയുന്നുണ്ട്. അതിമഹത്തായ വിഷയങ്ങളിലേക്ക് പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ട, അവനോട് കഷ്ടം. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നു, വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു, എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരാരെങ്കിലും ശ്രമിക്കും, നിങ്ങളോട് ഇന്ന് പകൽക്കാലം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, നിങ്ങളെ ബലപ്പെടുത്താൻ ക്രിസ്തുവിനുടെ കഷ്ടം അവനോടുകൂടെ തേജസ്സിൽ നമ്മൾ എടുക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച് കേൾക്കണമേ. നമ്മുടെ ജീവിതത്തിൽ ആ ഉറപ്പ് ഫിലിപ്പിയർക്ക് ലേഖനത്തിലും പറയുന്നത്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനോടുകൂടെ കഷ്ടം ദൈവം നമുക്ക് വരം നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴും യേശുവിൻ്റെ അടുത്തേക്ക് വന്ന എല്ലാം കിട്ടും, ഒത്തിരി അങ്ങനെ ഒരു കാഴ്ചപ്പാടായിട്ട് വരുന്ന അനേകർ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട്. പക്ഷേ പകൽക്കാലം എനിക്ക് പിടിച്ച യേശുവിൻ്റെ കൂടെ വന്ന് നമുക്ക് കിട്ടും അതിമഹത്തായ ഒരു പ്രതിഫലമുണ്ട്. അതിമഹത്തായ ചില കാര്യങ്ങൾ ദൈവം നമുക്ക്, അഗോചരവുമായ ശ്രേഷ്ഠകരമായ ചില കാര്യങ്ങൾ ദൈവം നോക്കുന്നുണ്ട്. അന്ത്യസ്ഥിതിയിൽ അത് ലഭിപ്പാൻ സ്വർഗമിട്ട് അതിനുവേണ്ടി ദൈവം ആക്കി വെച്ച്. അപ്പം ഇതൊക്കെ ലഭിക്കണമെങ്കിൽ നമുക്ക് ഇനിയാണ് ആ വചന വെളിപ്പാടിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ആദ്യം പറഞ്ഞ യോബിനെ കൊടുത്തു, നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ട്. ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു വ്യക്തി ജീവിതത്തെ എന്തിനാണ് വെളിപ്പെടുത്തുന്നത്? എന്തിനാണ് യഹോവയാകുന്ന ദൈവം ഇങ്ങനൊരു വേദപുസ്തകത്തിൽ നമ്മൾ വെളിപ്പെടുത്താനുള്ള പ്രധാന കാരണം ഇത് പുത്രനായ യേശു കർത്താവിനെ വെളിപ്പെടുത്തി നിഴലായിരുന്നു. അന്ന് യോബ് ഒരു നിഴലായിരുന്നുവെങ്കിൽ ആ യോബിലൂടെ വന്നിട്ട് ആ പുത്രൻ വെളിപ്പെടുത്തി നേടണം. അത് മീഖാ പ്രവചനം 6:8 വായിക്കുമ്പോൾ കഴിയുമോ, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപ്പനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധി താഴ്മയോട് നടപ്പാൻ അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നു. അപ്പം പ്രവാചകനോട് ചോദ്യം ചോദിച്ചാൽ പ്രവാചകനോട് ഉത്തരം പറയുന്നത്, ഞാൻ എന്തൊന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ കുമ്പിടേണ്ടെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ വിഷയം പറയുന്നത്. അപ്പോൾ മനുഷ്യ നല്ലതെന്ന് അവൻ നിനക്ക് കാണിച്ചു. ആരാ കാണിച്ചതെന്ന്? യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ കാണിച്ചത് 3.5 വർഷക്കാലം തൻ്റെ ശിഷ്യന്മാർക്ക് പുരുഷാരത്തിന് കാണിച്ചു കൊടുത്ത് എങ്ങനെ നടക്കണം, എങ്ങനെ ചെയ്യണം. അതിൻ്റെ കാതലായ മർമ്മത്തിലേക്ക് പകൽക്കാലം നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരും. അപ്പോൾ യേശു കർത്താവ് കാണിച്ചു. എന്താ കാണിച്ചതെന്ന് അറിയാമോ? ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപ്പനം നിൻ്റെ ദൈവത്തിൻ്റെ താഴ്മയോട് നടപ്പാനും. അപ്പം നമ്മൾ ചോദിക്കും, യേശു കർത്താവുമായിട്ട് വിഷയത്തിൽ വരുമ്പം എങ്ങനെ ഭക്തനായിരുന്ന ദൈവഭക്തനായിട്ട് യേശു കർത്താവ് ദൈവഭക്തനാവേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അതുകൊണ്ട് എബ്രായർക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ അവൻ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. കാരണം പുത്രനായിട്ട് പോലും അഭയാചന കഴിച്ചു, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു എന്ന് പറയുമ്പോൾ അത്രത്തോളം എല്ലാ മേഖലയിലും ഈ യോബിൽ കണ്ട പോലെ ആ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണമേ. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷമുണ്ട്. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് എബ്രായർ തന്നെ വീണ്ടും പറഞ്ഞു, ആ പവിത്ര നിർദോഷൻ എന്നൊക്കെ പറയുന്ന വിഷയങ്ങളെ ക്രിസ്തുവിനെ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു യേശുവിനെ കാണാൻ കഴിയുമ്പോൾ ആ യോബിനകത്ത് കണ്ട യേശുവിനെ എന്തിനാ ഇത് പറഞ്ഞ എൻ്റെ ഒരു മർമ്മം ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എനിക്ക് തന്നത് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ഒരു ആത്മീയ ദൂത് പോലെ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കണം. 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ്, ഒരു മേഘപ്രത്യക്ഷതയ്ക്ക് മുമ്പ്, ഒരു മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ഒരു എടുക്കപ്പെടുന്ന ഒരു വിശുദ്ധന, ഒരു യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധനായിട്ട് ദൈവം കാണുന്ന ആ വിശുദ്ധന് കാണുന്ന 4 ക്വാളിറ്റി ആയിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തും. 1, അവൻ എന്തായിരിക്കണം? നിഷ്കളങ്കനായിരിക്കും, നേരുള്ളവനായിരിക്കും, ദൈവഭക്തനായിരിക്കും, ദോഷമിട്ട്. 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ യേശുവിനോട് വാഴുന്ന സമയത്ത് നമ്മുടെ സ്വഭാവത്തിൻ്റെ റിയലായിട്ടൊരു പിക്ചറാണ് എടുക്കണം. അന്ന് ഇയ്യോബിൽ കണ്ട
ഭൂമിയിൽ ഈ യോബിനെ പോലെ മറ്റാരുമില്ലെന്ന് പറയാം. ആ വെളിപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ കയറണം. എന്തിനാണ് എന്നെ നിങ്ങളെ വിളിച്ചത്? എന്തിനാണ് എന്നെ നിങ്ങളെ വിളിച്ചു വേർതിരിച്ചത്? കാരണം വിശുദ്ധിയെ ജീവിക്കണം, നീതി ചെയ്യണം, ന്യായം ചെയ്യണം, ദയാതൽപ്പനകൾ പറയുവാനുള്ള. കാരണം അതൊക്കെ യേശു കർത്താവിലൂടെ കാണിച്ചു തന്നിട്ട് ഇനിയും വരുന്നത്. നേരത്തെ ആദ്യ യേശു കർത്താവ് പാപികളെ തേടി വന്നു. എൻ്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, പാപികളെ തേടി വന്നെങ്കിൽ ഇനിയും വരുന്ന പാപികളെ തേടിയല്ല, തൻ്റെ വിശുദ്ധന്മാരെ. ആ വിശുദ്ധന്മാരിൽ യേശു കർത്താവും യഹോവയാവുന്ന ദൈവം കാണുന്ന വിശുദ്ധി. ഈ മണ്ഡലങ്ങളിൽ വരുമ്പോൾ ഇന്ന് കാണുന്ന പോലെ ഈർഷ്യ കാണത്തില്ല, പക കാണത്തില്ല, പിണക്കം കാണത്തില്ല, വിദ്വേഷം കാണത്തില്ല, മുറിവുറുപ്പ് കാണത്തില്ല, പിറുവിറുപ്പ് ഒന്നും കാണാത്ത എത്ര ആത്മീയ സന്തോഷം. അവിടെയൊക്കെ തിരുവചനങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നു. അതൊക്കെ മനസ്സിലാക്കി കൊണ്ടെങ്കിൽ ആ 1000 ആണ്ട് വായിച്ച് എല്ലാം ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ യേശു കർത്താവ് രാജ്യം ഭരിക്കുമ്പോൾ ആ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരാൻ കൊതിയുള്ള എത്ര വേണം. നിങ്ങളോട് പറഞ്ഞു, ഇന്ന് വരെയും യേശുവിനെ അറിയാത്ത ആരെങ്കിലും ശ്രമിക്കുന്നത് നിങ്ങളോട് പറഞ്ഞു, യേശുവിൽ നിങ്ങൾ വിശ്വസിക്കാൻ കഴിയും, നിങ്ങൾക്ക് ന്യായവിധി ഉണ്ടാകത്തില്ല. യേശു വിശ്വസിക്കാൻ കഴിയുക, അവൻ്റെ ജീവൻ നിങ്ങളുടെ മേൽ വ്യാപരിക്കും. യേശു വിശ്വസിക്കാൻ കഴിയും, അവൻ്റെ നിത്യജീവൻ അവകാശമായിട്ട് വരും. എന്തിനും രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം, നിങ്ങൾ അനുഭവിക്കണം, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്. നേരത്തെ പറഞ്ഞില്ല, വീണ്ടും പാപം ചെയ്തില്ല. യോ പറഞ്ഞു, അത് ഒന്നിലും പാപം ചെയ്ത് എപ്പോഴാ വചനമാകുന്ന വിത്ത് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ ഈ വചനമാകുന്ന വിത്ത് നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് പാപം ചെയ്യാൻ ഒക്കത്തില്ല. ദൈവത്തിൽ ജനിച്ചവനാരും പാപം ചെയ്ത 1 യോഹന്നാൻ 5:18 ദൈവത്തിൽ ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൽ ജനിക്കുന്ന ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് ഇന്ന് പകൽക്കാലം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നമുക്ക് അങ്ങനെ നാഗാങ്കിലും വിട്ടുകൊടുക്കുക. ഇന്നലെ വരെ പാപത്തിന്റെ അടിമത്വത്തിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച് നമ്മളെ വീണ്ടെടുക്കണം യേശു വന്നതെങ്കിൽ ഇതുപോലെ യേശു പറ, കർത്താവേ, എൻ്റെ അനുഭവങ്ങൾ ഇന്നലെ വരെ കർത്താവ് വളരെ മ്ലേച്ഛകരമായ അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. ആർക്കും അറപ്പുള്ള അനുഭവം, ഒരു പുതുജീവൻ വേണോ, നിത്യതയിൽ വാസം ചെയ്യണോ, നിങ്ങളുടെ പേര് ജീവസ്ഥതയിൽ കാണണോ, കർത്താവിനെ വിശ്വസിക്കാൻ കഴിയുമോ? യേശു നിങ്ങളുടെ പാപം ചെറുതാകാം, നിങ്ങളുടെ പാപം രക്താംബരം പോലെ ചുവപ്പാണെങ്കിൽ ഞാനത് ഹിമം പോലെ വെളുപ്പിക്കാവുന്ന പൊന്നു തമ്പുരാൻ്റെ അടുത്തുനിന്ന് പാപങ്ങൾ ഏറ്റുപറയാൻ കഴിയുക, ഒക്കെ മാനസാന്തരം അനുദപിക്കാൻ കഴിയുക. കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി ശുദ്ധീകരിപ്പാൻ കാരണം വിശ്വസ്തനും നീതിമാണ്. യേശുവിന്റെ രക്തം സകല പാപം പോകുകയും നമ്മെ ശുദ്ധീകരിക്കുക. ഇന്ന് പകൽ യേശുവിന്റെ അടുത്തേക്ക് വരാമോ? എന്തിനു വേണ്ടിയിട്ട്? ഇതുപോലെ അനുഭവത്തെ എത്ര പേർക്ക് കൊതിയുണ്ടോ? നേരുള്ളവനായിട്ട് ജീവിക്കാൻ കൊതിയുള്ള എത്ര പേരുണ്ട്? നിഷ്കളങ്കനായിട്ട് നടക്കാൻ കൊതിയുള്ളവരുണ്ട്. ദൈവഭക്തരായിട്ട് ജീവിക്കാൻ കൊതിയുള്ള എത്ര പേരുണ്ട്? നാളിൽ നമുക്ക് ആഗ്രഹിക്കാണ്ട് കഴിയണം. ദോഷമൊക്കെ ചുറ്റുപാടും അനേക ദോഷങ്ങളും എല്ലാം കൊണ്ട് പെരുകുമ്പോൾ, പത്രങ്ങൾ വായിക്കുമ്പോൾ, TV കാണുന്ന സമയത്ത് എല്ലാം കേൾക്കുന്നു. അയ്യോ, ഇതിൻ്റെ അടുത്തുനിന്ന് പലരും പറയും, അയ്യോ, ഈ ലോകത്തുനിന്ന് ഒന്ന് വിട്ടു പോയാൽ മതി, ഇവിടെ ജീവിക്കാൻ മടുത്തു എന്ന് പറയുന്ന ഒത്തിരി പേര് കാണാൻ. ഇതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയുമോ? എങ്ങനെ? ആദാമിയ പാപത്തിൻ്റെ അനുസരണക്കേടിനാൽ പറ്റിയ തള്ളപ്പെട്ട അനുഭവത്തിൽ നിന്ന് ആദാമും അവയും എങ്ങനെയായിരുന്നു? ആദിയിൽ അവർക്ക് ഈ 4 ക്വാളിറ്റി ഉണ്ട്. അവർ ദൈവഭക്തി കൊടുക്കണം. ആദാമെ എവിടെയെന്ന് വിളിച്ചാൽ ഓടി ഉദ്യാനത്തിൽ ചെയ്യുന്ന അനുഭവം. ദൈവത്തിന്റെ ഭക്തി എവിടെ നമുക്ക് കാണുവാൻ. അവർ നിഷ്കളങ്കമായിരുന്നു, ദോഷമറിയാത്ത, നന്മ തിന്മകളെ ഒന്നും അറിയാത്തൊരു അനുഭവത്തിലായിരുന്നു. എന്നെങ്കിൽ യഥാർത്ഥത്തിൽ പറഞ്ഞ നന്മ മാത്രം, യേശുവിനെ, ദൈവത്തെ മാത്രം അറിയാവുന്ന, പിതാവിനെ മാത്രം അറിയുന്ന ഒരു അനുഭവത്തിലായെങ്കിൽ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ് മടക്കി തരും. അവൻ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നമ്മളെ വിളിച്ചു മാറ്റും. യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റ കാഴ്ചപ്പാടുണ്ട്. യോബിനെ നമ്മൾ പഠിക്കുമ്പോൾ, യോബിൻ്റെ പുസ്തകങ്ങൾ ആരംഭം മുതൽ അവസാനം വരെ ശാന്തമായിട്ട്, നമ്മൾ തിയോളജിക്കലായിട്ടൊന്നും പഠിക്കാൻ വേണ്ട, ശാന്തമായിട്ട് കർത്താവേ യോബിൻ്റെ ജീവിതത്തിൽ നടത്തി, യോബിന് ഭയന്നൊക്കെ സംഭവിച്ചു. നമ്മുടെ ഇത് പല ഭയങ്ങൾ കൊണ്ടുവരുമ്പോൾ ഭയം എടുക്കരുത്, അത് കളയാണ്. അവൻ കൊണ്ട് വിത്ത് എടുക്കരുത്. നമുക്ക് വചനമാകുന്ന വിത്ത്, ദൈവം പറയുന്നത് നമ്മൾ അകത്തേക്ക് സ്വാംശീകരിച്ചിട്ട് അത് ചലിക്കാൻ തുടങ്ങും. ഇതിനെ പുറത്താകും. സകല കളകളും രണ്ടും ഒന്നിച്ച് വളരും കേട്ടോ. വളർന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ പിഴുതു മാറ്റാനൊക്കത്തില്ല. അതിൻ്റെ കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ യജമാനൻ പറയും, രണ്ടും കൂടെ ഒന്നിച്ച് വളരട്ടെന്ന്. ഇപ്പോൾ പിഴുതു മാറ്റി കഴിഞ്ഞാൽ നല്ലതും കൂടെ പോകും, പക്ഷെ അത് നിർത്തിയിക്കുക. അതുകൊണ്ട് നിങ്ങൾ അതിന് ഇടയുണ്ടാക്കരുത്. ഇന്ന് പകൽക്കാലം സ്നേഹത്തോട് പറയുന്നു, നമുക്ക് നിരന്തരം വചനങ്ങൾ വായിക്കുക. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ വായിക്കുക, പുതിയ നിയമ ലേഖനങ്ങൾ വായിക്കുക. അതിനകത്ത് വെളിപ്പെട്ടുന്ന എന്തൊക്കെ എല്ലാ പുതിയ നിയമത്തിന്റെ കാതലായ ഭാഗമൊന്നും എല്ലാ ലേഖനങ്ങളും വായിക്കും. അതിനകത്ത് കാണാൻ കഴിയും ഒരു പ്രത്യേകത. യോബ് പറഞ്ഞു, ഈ വിഷയത്തിലേക്കാണ് നിഷ്കളങ്കരായിട്ട് നടക്കുവാൻ,
നേരുള്ളവനായിട്ട് നടക്കുവാൻ, ദോഷം വിട്ടെല്ലാം നടക്കുന്നവനായിട്ട് ദൈവഭക്തന് ജീവിക്കണമെങ്കിൽ അതാ പുതിയ നിയമ ലേഖനത്തിന്റെ സാംശീകര്യമായ ലക്ഷ്യം. മനസ്സിലാവണം. അതിനെ വേണ്ടിയിട്ടാണ് ദൈവം ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഇയ്യോബിനെ നമ്മുടെ മുന്നിൽ നിർത്തിയിരിക്കുക. ഇന്ന് പകൽക്കാലം നമ്മൾ ഇയ്യോബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യേശുവെ എനിക്കും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് യേശു നടന്നതുപോലെ, യേശു കണ്ടതുപോലെ, യേശു പ്രവർത്തിച്ചതുപോലെ, യേശു സംസാരിച്ച പോലെ ഒരു കൃപ എനിക്ക് തരണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നിയാലും നമ്മുടെ അന്ത്യസ്ഥിതി അതിമഹത്തായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ കടന്നു പോകാൻ. കാരണം മേഘപ്രത്യക്ഷത വന്നു, അത് കഴിഞ്ഞ് മഹത്വ പ്രത്യക്ഷത വന്നു. യേശുവിനോട് കൂടെ നമ്മൾ തൻ്റെ വിശുദ്ധന്മാരോട് കൂടെ ചേർന്ന് വന്ന് 1000 ആണ്ട് വായിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നിത്യത ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എത്ര പേർക്ക് കൊതിയുണ്ട്? നമ്മുടെ ഈ ആയുസ് കൊണ്ട് തീർന്നില്ല പ്രിയ പൈതലേ. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ജീവിതമുണ്ട്. അവിടെ എവിടെ ആയിരിക്കണമെന്ന് ഉത്തമമായി ഉറപ്പ് ഇന്ന് പകൽക്കാലം കിട്ടാം. ഒറ്റ കാര്യമുള്ളൂ, ആദ്യത്തെ തുടക്കമൊക്കെ ചിലപ്പോൾ മോശമാകാം, പ്രയാസമാകാം, കണ്ണുനീരാവാം, വേദനയാകാം, ദുരിതങ്ങൾ. പക്ഷേ അതിൻ്റെ അന്തിമത്തിൽ അതിമഹത്തായിരിക്കുന്ന ആ ബിൽദാദ് പറഞ്ഞ ആ വാക്യം എടുത്ത് ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബിനെ നമുക്ക് വ്യക്തമായിട്ട് തുറന്നു കാട്ടുമ്പോൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. കർത്താവ് ജീവിതത്തിലും ഇയ്യോബിന് പറയാൻ കഴിയുന്നത്, എന്നെ കൊന്നാലും, ആ ഭാഗങ്ങളൊന്ന് വായിക്കാൻ നമ്മുടെ അകത്തോട്, കർത്താവേ എന്നെ കൊന്നാൽ ആ മനുഷ്യനോടാ പറയുന്നത് എങ്ങനെയെങ്കിലും ത്യജിച്ചു കളയുവാൻ. ആ ഭക്തി മുറുകെ പിടിച്ച് ത്യജിച്ച് കളയാനാണ്. 2 പ്രാവശ്യം ദൈവത്തോട് പറയുമ്പോൾ മുറുകെ പിടിച്ചിരിക്കുന്ന പറയുമ്പോൾ അതെടുത്തുകൊണ്ട് തൻ്റെ ഭാര്യയോട് പറയുക, ത്യജിച്ച് കളഞ്ഞ് മരിച്ചൂടെ എന്നാ ചോദിക്കുന്നത്. നമ്മളോടൊക്കെ പറയുന്നവരുണ്ട്, കേട്ടത് ആരും നോക്കാനില്ലാതെ വരുമ്പോഴത്തേന് പോയി ചത്തൂടെ, മരിച്ചുകൂടെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് പറയുന്ന കുടുംബങ്ങൾ കാത്ത് കാണത്തില്ലേ? ചിലപ്പോൾ വയസ്സും പ്രായവും ഒക്കെ ആയി കഴിയും, ചിലപ്പോൾ ആരും നോക്കാനില്ലാതെ വരുമ്പോൾ പറയുന്ന തൊള്ളപ്പെടുന്ന അനേകരാരെങ്കിലും ഇത് നിങ്ങളോട് പറയുന്നത്, അത് കേൾക്കുന്നതിന് മുമ്പ്, ആ ശബ്ദം വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ വചനമകത്തുണ്ടെങ്കിൽ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കില്ല, എൻ്റെ വചനം നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങൾ വസിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞില്ല, ആ ക്രിസ്തുവിനെ ഒന്ന് സ്വീകരിക്കാൻ കഴിയുമോ? കാരണം ഞാൻ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ ഒന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തോട്ട് വരും. ഇന്ന് പകൽക്കാലം ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കാൻ പിശാചി വരുന്ന അങ്ങനെയല്ല. മോഷ്ടിപ്പാൻ, അറപ്പാൻ, മുടിപ്പാനല്ല അവൻ തകർത്ത് കിടണം, എല്ലാം പൊളിച്ചു കളഞ്ഞ് അകത്ത് കയറി ഏത് വഴി കൂടെ അവൻ കയറി. പക്ഷെ യേശുവിന് അങ്ങനെ വരത്തില്ല കേട്ടോ. ഞാൻ നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം തുറന്നു കൊടുക്കാമോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തുറന്നു കൊടുക്കാൻ കഴിയുമ്പോൾ കർത്താവ് നമ്മുടെ അകത്തേക്ക് നിങ്ങളോട് കൂടെ വാസം ചെയ്യും, നിങ്ങളുടെ കൂടെ ജീവിക്കും, കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. അതിമഹത്വം ശ്രദ്ധിച്ച് അകത്ത് കുറിച്ചിട്ടോണം. നിങ്ങളുടെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. നിങ്ങളുടെ പൂർവ്വസ്ഥിതി മോശമാകാം, പ്രയാസമുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വന്നു, നിങ്ങൾ ആത്മഹത്യ തുടങ്ങി വളരെ പ്രയാസം. പക്ഷേ നിങ്ങളുടെ അന്ത്യസ്ഥിതി അതിമഹത്താൻ ഒരു ഉത്തമമായ ഉറപ്പ് ഇയ്യോബിന്റെ പുസ്തകത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ പങ്കുവെപ്പാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. ഒരു നിമിഷം നേരം നമുക്ക് കണ്ണടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, തന്ന വചനത്തിനായി സ്തോത്രം. വചനത്തിലൂടെ ദൈവാത്മാവ് ഇടപെടുന്ന കൃപയ്ക്കായി ഈ മക്കളെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് എളിയൻ പ്രാർത്ഥിക്കുന്ന അതാ അങ്ങ് മനസ്സലിയണമേ, കരുണ തോന്നണമേ. ഭാരങ്ങളും വ്യതകളുമായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയമായി ഇടപെടണമേ. ചിലതിനെ സ്പർശിക്കണമേ, ചിലതിനെ തൊടണമേ കർത്താവേ. ഒരു എൻകൗണ്ടർ ഇന്ന് പകൽക്കാലം നടക്കട്ടെ. ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, യേശുവിനോട് അടുക്കുന്ന പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രൻ്റെ അടുത്തേക്ക് വരുന്നില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും യേശുവിനെ കർത്താവ് എന്ന് പറയാൻ കഴിയുന്നില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുത്ത് എത്താൻ കഴിയില്ലെന്ന് പറയാം. ഇന്ന് പകൽക്കാലം പിതാവേ ആ ആകർഷണത്വം, പിതാവേ ആ ആകർഷണത്വം ചിലതിന് മേൽ വ്യാപരിക്കട്ടെ. ഇത് വചനമാകുന്ന വിത്ത് അവരുടെ മേൽ നിന്ന് വിതയ്ക്കണമേ കർത്താവേ. തക്ക സമയത്ത് അത് മുളയ്ക്കുവാൻ സ്വർഗ്ഗമേ. എല്ലാ കളകളും മാറട്ടെ. ഒരു കളയും കൊണ്ടിടാൻ ദൈവം അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രമിച്ച ഓരോ മക്കൾക്കായി രോഗത്താൽ ഭാരപ്പെട്ട് വേദനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, ഈ നിമിഷം യേശുവിന്റെ ഈ വചനത്തിന്റെ ശക്തിയാൽ കർത്താവേ സൗഖ്യം കൊടുക്കണം. അടിപ്പിണരാളുള്ള സൗഖ്യത്തിന്റെ ശക്തി കർത്താവേ ഈ പകൽക്കാലം ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. എല്ലാ രോഗബന്ധനങ്ങൾ അഴിയട്ടെ, എല്ലാ അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ, എല്ലാ അമിക്കർ അറന്നു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കണം. വിശ്വസിക്കുന്നവരുടെ ആമീൻ പറയുന്ന ഈ നിമിഷം കർത്താവേ അത് വ്യാപരിക്കട്ടെ. ഒരു അസാധാരണമായ ഒരു ദൈവശക്തി ഈ മക്കളുടെ ശിരസ് മുതൽ ഉള്ളംകാലൊരു വ്യാപരിക്കട്ടെ. അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് സർവ്വജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്. ഇയ്യോബിന് വെളിപ്പെടുത്തി കൊടുത്തുവെങ്കിൽ കർത്താവേ ഹല്ലേലൂയ, ദുഷ്ടശക്തികൾക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ശക്തി വ്യാപരിക്കുക. ലോകത്തിന്റെ ഏത് വൻകരയിലിരുന്നാലും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്മേൽ അസാധാരണമായ ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ, ഒരു ആത്മശക്തി വ്യാപരിക്കട്ടെ, ഒരു ഇടപെടൽ നടക്കട്ടെ. സൗഖ്യം കൊടുക്കുന്നതിന്, വിടുതൽ കൊടുക്കുന്നതിന്, ജീവനും നിത്യജീവനും ദൈവം ദാനം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ മഹത്വം അംഗീകരിക്കുന്നു. പ്രാർത്ഥന കേട്ടുക സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്വർണ്ണം തുടർമാനിടം ചെയ്യുന്ന പോലെ എല്ലാ ശനിയാഴ്ചയും പകൽക്കാലം രാവിലെ 10 തൊട്ട് രാത്രി 10 മണി വരെയുള്ള
പ്രയറിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഭവനങ്ങളായിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത എപ്പിസോഡ് കാണുന്നവരെയും രക്തക്കോട്ടയിൽ ദൈവം നിങ്ങൾ വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യം താഴെ കാണുന്ന ഫോൺ നമ്പർ വിളിക്കാം. എപ്പോൾ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം വലിയ ചെയ്യും, അത്ഭുതം ചെയ്യും. കർത്താവ് കൂടെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.